ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പുതിയ PC എടുക്കുന്ന ആൾക്കാരൊക്കെ അധികം ചോദിക്കാറുണ്ട് യൂട്യൂബ് അധികം ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഏതാണ് നല്ല സോഫ്റ്റ്വെയർ തുടങ്ങിയിട്ടില്ല. അപ്പം എല്ലാവർക്കും അറിയുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ പ്രോ ആണ്. കാരണം പണ്ട് മുതലേ ഉണ്ട്, എല്ലാവർക്കും ഹൈ എൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം കല്യാണ വീഡിയോയും മറ്റും പല കാര്യങ്ങൾക്കും അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഫൈനൽ കട്ട് പ്രോ ആപ്പിളിലാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ എഡിറ്റേഴ്സ് ഉപയോഗിച്ച് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവ്. ഇത് ഉപയോഗിക്കാൻ ഡാവിഞ്ചി ഇത് ഇങ്ങനെ തന്നെയാണ് ഉച്ചരിക്കാമെന്ന് എനിക്കറിയില്ല. ഈ കാണുന്നതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഇപ്പം അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 19 ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 2 വേർഷൻസ് ആണ്. ഒന്ന് ഫ്രീ വേർഷൻ, രണ്ടാമത്തെ സ്റ്റുഡിയോ വേർഷൻ. ഫ്രീ വേർഷൻ തന്നെ നിങ്ങൾ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. കളർ ഗ്രേഡിങ് ചെയ്യാം, എഡിറ്റിങ്, അതുപോലെ തന്നെ ഇതിൽ തന്നെ ഡിഫോൾട്ടായിട്ട് ഓഡിയോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കോഡിങ്ങുകളൊക്കെ ഇതിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫ്യൂഷൻ എന്നൊരു പേജ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അഡ്വാൻസ് ലെവലുള്ളത് ഓരോ കാര്യം ടൈപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പലതരം സോഫ്റ്റ്വെയർ, എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന PC വളരെ ചെറിയ PC ആണ്. അപ്പം അതിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പ്രീമിയർ പ്രോ ഒന്നും വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ചെറിയ ചോട്ട സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വന്നതാണ്. പിന്നീട് നല്ലൊരു സോഫ്റ്റ്വെയർ എനിക്ക് ഈ പ്രീമിയർ പണ്ടേ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സോണി വെഗാസ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചത്. ഇപ്പം സോണി എൻ്റെ കയ്യിൽ നിന്ന് അത് വേറെ കമ്പനി വാങ്ങി. അതും ഈ പറയുന്ന ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്ന ആ കമ്പനി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്, ബ്ലാക്ക് മാജിക്കിൻ്റെ ടീം. അപ്പോൾ ഇപ്പോൾ സോണി വെഗാസ് എന്നുള്ളതാണ്. വെഗാസിൻ്റെ ഇപ്പോൾ 21 അങ്ങനെ ലേറ്റസ്റ്റ് വേർഷൻ. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഡിയോ റെക്കോർഡിംഗ് അതിലായിരുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പം ഡാവിഞ്ചി റിസോൾവ്. ഓക്കെ, ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് എളുപ്പമാക്കുന്ന ഒരു വീഡിയോൻ്റെ വലത് സൈഡ് കട്ട് ചെയ്യുക, ഇടത് സൈഡ് കട്ട് ചെയ്യുക, നടുക്ക് മാത്രം കട്ട് ചെയ്യുക, ഓഡിയോ സെപ്പറേറ്റ് ചെയ്യുക, വീഡിയോ സെപ്പറേറ്റ് ചെയ്യുക, അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്. അപ്പം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡാവിഞ്ചി റിസോൾവ് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു യൂട്യൂബർ ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഇതിലുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടില്ലേ, താഴെ ലൈനിങ്ങനെ ഓടി കളിക്കുന്നത്, ഓരോ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ വരുമ്പം ടൈറ്റിൽ ബാർ പോലത്തെ ചെറുത് താങ്കൾ വന്നു പോകുന്നത് റൈറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ ഇന്നാളെ പേര്, പ്രൊഡ്യൂസർ ഇന്നാളെന്നൊക്കെ അങ്ങനെ ഒരു കൊടുക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസുകൾ ഇതിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിന് നിങ്ങൾ സ്റ്റുഡിയോ വേർഷൻ എനേബിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നൊരു കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും നമുക്ക് സ്റ്റുഡിയോ വേർഷൻ്റെ ആവശ്യമില്ല. അടിപൊളിയായിട്ട് ഈ നോർമൽ വേർഷൻ തന്നെ ചെയ്യാം. സ്റ്റുഡിയോ വേർഷനാണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ക്ലിയർ ചെയ്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സാധാരണ വേർഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിച്ച് പഠിക്കാം. കാരണം നമ്മൾ ചെറിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് ആ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെ ചില ചിന്തകളൊക്കെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾക്ക് ഉപയോഗമില്ലാതായി വരും. കാരണം പുതിയ സോഫ്റ്റ്വെയർ കാണുമ്പോൾ അതിൽ വേറെ തന്നെ ആയിരിക്കും ഷോർട്ട് കട്ട് വരാം. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സോണി വെഗാസ്, പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, ഇതിലൊക്കെ ഷോർട്ട് കട്ടുകളുണ്ട്. ഈ 3 സോഫ്റ്റ്വെയർ നിന്ന് വരുന്ന ആൾക്കാർക്കും ഈ ഡാവിഞ്ചി റിസോൾവിൽ കീബോർഡ് ഷോർട്ട് കട്ടിൽ പ്രത്യേകിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഷോർട്ട് കട്ട് മാറ്റി ഇന്ന ഷോർട്ട് കട്ട് ഇടുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പ്രീമിയറാണ് കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഒരു ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കുകയാണെങ്കിൽ ഷോർട്ട് കട്ട് പോയിട്ട് നിങ്ങൾ ഡിഫാൾട്ട് ലേഔട്ട് പ്രീമിയർ പ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കാൻ കഴിഞ്ഞ പ്രീമിയർ ഷോർട്ട് കട്ട്. അപ്പം നിങ്ങൾ പ്രീമിയർ ഷോർട്ട് കട്ടിൽ ഉപയോഗിച്ച് അതേ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഡാവിഞ്ചി റിസോൾവിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് ഉപയോഗിക്കാം. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വേർഷനാണ്. ഫ്രീ വേർഷൻ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ റെൻഡർ ചെയ്യുന്ന സമയത്ത് അതിൽ എന്താ പറയുക, വാട്ടർ മാർക്കോ കുന്നോ കുറച്ചക്കറോ അങ്ങനത്തെ ഒരു സംഭവമില്ല. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു i3 മുതൽ മുകളിലോട്ട്, i5 ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഒരു 4GB ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ 8GB മുകളിലേക്ക് റാം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ 16GB റാം, അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക RTX 2060 മുകളിലോട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഒക്കെയാണ് നല്ലത്. ഏറ്റവും ലോ ആയിട്ട് സ്പെക്ക് പറയുകയാണെങ്കിൽ 8GB റാം, ഒരു i3 എങ്കിലും പ്രൊസസ്സർ, അതുപോലെ തന്നെ 4GB ഗ്രാഫിക്സ് കാർഡ്. GTX ആയാലും കുഴപ്പമില്ല, GTX 1650 മുതൽ മുകളിലേക്കുള്ള ഏതെങ്കിലും ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 4K വരെയുള്ള വീഡിയോസ് അടിപൊളിയായിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസ്, 1000-ലധികം വീഡിയോസ്, 1000-ലധികം 3000
10,000-ലധികം വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീഡിയോസുകൾ ഹൈ ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും. അതിൽ പ്രീമിയർ പ്രോയിൽ പിന്നെയും ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റി ഇനി ആ ആപ്ലിക്കേഷൻ തുറന്ന് അതിൽ നിന്ന് നമ്മൾ ഡാറ്റ ബിറ്റ് റേറ്റ് ഒക്കെ കുറച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുക. സോണി വേഗാസ് ആണെങ്കിൽ വെഗാസ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് എന്താ പറയുക സ്പീഡ് കൂട്ടാൻ പറ്റില്ല. അഥവാ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ വീഡിയോയുടെ ബിറ്റ് റേറ്റ് വളരെയധികം കുറച്ചിടണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫുൾ HD അപ്ലോഡ് ചെയ്യുന്നെങ്കിലും ഒരു 360p ക്വാളിറ്റിയൊക്കെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഡാവിഞ്ചി റിസോൾവിൽ അങ്ങനെയല്ല. ക്വിക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പം ആ ക്വിക്ക് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ Ctrl+Shift+S എന്ന് പറയുന്ന കീയിൽ അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് Ctrl+Shift+S അടിച്ച് ഞങ്ങൾക്ക് ക്വിക്ക് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ 3 എൻകോഡുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം .H264, 265 അങ്ങനത്തെ വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് .265 എൻകോഡറാണ്, H265. ഓക്കെ, അപ്പം ഇതിൽ റെൻഡർ ചെയ്യുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട്, എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വളരെ ഫാസ്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ H265 ആണ് ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സോഫ്റ്റ്വെയർ ഡാവിഞ്ചി റിസോൾവ് 18 ആണ് വേർഷൻ. അപ്പം അതിൽ ഈ പറയുന്ന രീതിയിൽ .H265 എക്സ്പോർട്ട് ചെയ്ത വീഡിയോ രണ്ടാമത് ഇടുമ്പോഴും അത് റീഡ് ചെയ്യുന്നില്ല. എൻകോഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേങ്കിൽ .mov എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് ഇത് ലഭിക്കുക. അത് സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യം, ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്, അപ്പം എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക, ഡയറക്റ്റ് യൂട്യൂബിലേക്ക് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പം ഈ H265.mov ഫോർമാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യാം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാനിപ്പം HD ഇപ്പം ആൻഡ്രോയിഡ് മലയാളിയിൽ ഇടുന്ന ഈ വീഡിയോസുകളൊക്കെ ഞാൻ പണ്ടത്തെ രീതിയിലാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയധികം വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. സോണി വേഗാസൊക്കെ അത്രയ്ക്കും എൻകോഡിംഗ് ഒക്കെ അത്രയ്ക്കും ടൈം എടുത്ത് ചെയ്യുന്നതാണ്. കാരണം അതിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള മെഷീൻസൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഡാവിഞ്ചി റിസോൾവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ സോഫ്റ്റ്വെയറുകളും GPU സപ്പോർട്ട് ചെയ്യുന്ന, GPUവിൽ റെൻഡറിങ് കൂടുതലായിട്ട് എടുക്കുന്ന സോഫ്റ്റ്വെയർ. അതായത് പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ CPU, പിന്നെ കുറച്ച് GPU, പിന്നെ GPU പകുതി CPU പകുതി അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും CPU ഏറ്റവും കുറച്ച്, GPU ഏറ്റവും കൂടുതൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU യൂസേജ് കുറയുമ്പോൾ നമുക്ക് ഈ റെൻഡർ ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി ഇട്ടു. ഓക്കെ, വീഡിയോ റെൻഡർ ചെയ്യാണ്, അതേ സ്പോട്ടിൽ നമുക്ക് ഫോട്ടോഷോപ്പ് തുറന്നിട്ട് വീഡിയോക്ക് വേണ്ടി തമ്പനയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നേരെ മറിച്ച് CPU കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വീഡിയോ റെൻഡറിങ് ടെക്നോളജി ആണെങ്കിൽ നമ്മൾക്ക് ഈ ഫോട്ടോഷോപ്പ് തുറക്കുമ്പോഴൊക്കെ ഭയങ്കര സ്റ്റക്കായിരിക്കും, ഓരോന്ന് മൂവ് ചെയ്യും, ഇങ്ങനെ ഡ്രാഗൊക്കെ വരും. നേരെ മറിച്ച് CPU ഉപയോഗിക്കുമ്പോഴും എന്ത് ചെയ്യും, GPU ഗ്രാഫിക്സ് കാർഡാണ് GPU എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് വീഡിയോ റെൻഡർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് ആ ലാഗിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടി നല്ല ഗ്രാഫിക്സ് കാർഡ് വാങ്ങിയിടുക. അതായത് ഒരു RTX 3060 പോലുള്ള ഗ്രാഫിക്സ് കാർഡ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് സ്മൂത്തായിട്ട് ചെറിയ ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ റെൻഡർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റെൻഡർ ചെയ്യാം. ഒട്ടേറെ പ്രീസെറ്റ് വരുന്നുണ്ട്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകം 4K 8K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രീസെറ്റുകളുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വീഡിയോ എളുപ്പത്തിൽ റെൻഡർ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പം നമ്മളൊരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നത് വെച്ചോ, ആ ഫോട്ടോ സാധാരണ വലിച്ചിട്ടിട്ട് വേഗാസ് പ്രോയിലേക്ക് ഇങ്ങനെ നമ്മളെന്താ പറയുക XY എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് വേണം ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫോട്ടോ വലിച്ചിട്ട് താഴെ ഒരു റെക്റ്റാങ്കിൾ മാർക്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വരും. അതിങ്ങനെ മൗസ് ഉപയോഗിച്ച് നേരെ വലിച്ചു വെക്കാം, ചെറുതാക്കാൻ വലുതാക്കാം ഒക്കെ ചെയ്യാം, എല്ലാം എളുപ്പത്തിലാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട്, എല്ലാ യൂട്യൂബേഴ്സും മസ്റ്റായിട്ട് ഇതന്നെ ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. നമ്മൾ കെയിൻ മാസ്റ്ററൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതുതന്നെയാണ് അതിൻ്റെ ഒരു കുറച്ചുകൂടി വലിയ വേർഷൻ, അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ പഠിക്കാം, അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഡാവിഞ്ചി റിസോൾവ് ആണ് നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പം നിലവിൽ 19 പിന്നെ പറഞ്ഞില്ലേ, പഴയ കമ്പ്യൂട്ടറിലേക്ക് ഇതിനെ കൊണ്ട് ഇടാൻ പാടില്ല, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു i3 താഴോട്ടുള്ള കമ്പ്യൂട്ടർ ഉണ്ട്, പണ്ടത്തെ ഡുവൽ കോറും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സിസ്റ്റത്തിലൊന്നും ഒരിക്കലും ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഒരു i3 മുതൽ മുകളിലോട്ട് വരുന്ന സിസ്റ്റങ്ങളിൽ 4GB ഗ്രാഫിക്സ് കാർഡും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ റെൻഡർ ചെയ്യാം. സാധാരണയായിട്ട് ഒരു 20 മിനിറ്റോ 30 മിനിറ്റ് വരെ ലെങ്ത്തുള്ള വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ബെസ്റ്റാണ്. അതിൻ്റെ താഴോട്ട് ടൈം ലിങ്ക് വരുമ്പോൾ പിന്നെ ഏത് സിസ്റ്റത്തിലിട്ടാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയത്തിൽ റെൻഡറായി കിട്ടും. എന്നാലും ലെങ്ത്തുള്ള വീഡിയോസ് റെൻഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ആണ്.
ഈ ഡാവിഞ്ചി റിസോൾവ്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. അതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ കൊടുക്കാം, ഈ കാണുന്ന വെബ്സൈറ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നിങ്ങളോട് ഇമെയിലും അതുപോലെ തന്നെ ഫോൺ നമ്പറും ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൽ ലഭിക്കും. അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. 2 GB മുതൽ 3 GB വരെയാണ് ഇതിൻ്റെ ഡൗൺലോഡ് ഫയൽ സൈസ്. അതുപോലെ തന്നെ ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ വൈഫൈ കണക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യണം. സിപ്പ് ഫയലാണ്. നിങ്ങൾ പോസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ കറപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഏതൊരു ഫയലും വലിയ ഫയലുകൾ, സിപ്പ് ഫയലുകൾ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒറ്റയടി ഡൗൺലോഡ് ചെയ്യുക. സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഇല്ല, നിങ്ങൾക്ക് പതുക്കെ നിർത്തി ഡൗൺലോഡ് ചെയ്താൽ മതി. പക്ഷേ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഫയലുകളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യുക. നല്ലൊരു വൈഫൈയിലെ സ്ഥലത്ത് പോയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.